ഹലോ പ്രിയപ്പെട്ടവരെ, ജനുവരി ഫുട്ബോൾ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണായ ഈ സമയത്ത് ഒരുപാട് റൂമേഴ്സും ഒരുപാട് ട്രാൻസ്ഫറുകളുമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി നിലവിൽ അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 കളി അവർ വിജയിച്ചെങ്കിലും ചില ആഡ് ഓൺസ് അവർക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബുണ്ടസ് ലീഗയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന ക്ലബ്ബിലെ ഈജിപ്ഷ്യൻ ഫുട്ബോളറായ ഒമാർ മർമൂഷ് എന്ന ഫോർവേഡ് പ്ലെയറിനെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. 15 മില്യൺ ആണ് ഒമറിന്റെ മാർക്കറ്റ് വാല്യൂ. ഹാലണ്ടിന് പുറമെ ഒമാർ കൂടെ ടീമിലെത്തുന്നതോടുകൂടി സിറ്റിയുടെ അറ്റാക്കിംഗ് നിര കൂടുതൽ ശക്തമാവുമെന്ന് പ്രതീക്ഷിക്കാം. ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാസിമിറയാണ് റൂമറുകളിൽ അടുത്ത സ്ഥാനക്കാരൻ. താരം റിയൽ മാഡ്രിഡിൽ നിന്നാണ് യുണൈറ്റഡിൽ എത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ റൂമറുകൾ താരം യുണൈറ്റഡ് വിട്ട് അൽ നാസറിലേക്ക് എന്നുള്ളതാണ്. അൽ നാസറിൽ താരം എത്തുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിന് ശേഷം CR7 കാസിമിറോ കോംബോ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ട്രാൻസ്ഫർ റൂമറുകളിൽ അടുത്തായിട്ട് പരക്കുന്ന റൂമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം മാർക്കസ് റാഷ്ഫോർഡ് AC മിലാനിലേക്ക് എന്നുള്ളതാണ്. റാഷ്ഫോർഡിനെ ടീമിലെത്തിക്കാൻ AC മിലാന് പുറമെ ബുണ്ടസ്ലീഗ ജയൻസായ ഡോർട്ട്മുണ്ടും ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തതായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ പരക്കുന്ന ഒരു റൂമർ ബ്രസീലിയൻ ഫുട്ബോളർ നെയ്മർ ഇന്റർ മിയാമിയിലേക്ക് എന്നുള്ളതാണ്. നിലവിൽ താരം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിലാണ് കളിക്കുന്നത്. അൽ ഹിലാലിൽ എത്തിയതിനു ശേഷം പരുക്ക് വെല്ലുവിളിയായതിനാൽ അധിക മത്സരമൊന്നും അൽ ഹിലാലിനായി ബൂട്ടണിയാൻ നെയ്മറിന് സാധിച്ചിരുന്നില്ല. നെയ്മർ ഇന്റർ മിയാമിയിൽ എത്തുകയാണെങ്കിൽ പഴയ ബാർസ ത്രയങ്ങളായ മെസ്സി സുവാരസ് നെയ്മർ കോംബോ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഫുട്ബോൾ ലോകത്ത് അടുത്തതായി നടക്കുന്ന മെയിൻ ചർച്ചാ വിഷയമാണ് ഇലോൺ മസ്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിനെ ഏറ്റെടുക്കുമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാം. ഫുട്ബോൾ ലോകത്ത് പിന്നീടുള്ള ഒരു വാർത്തയായിരുന്നു ഫ്ലോറന്റീനോ പെരസ് റിയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റായി തുടരും എന്നുള്ളത്. 2000-ലാണ് അദ്ദേഹം ആദ്യമായി റിയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് ഇതുവരെ അദ്ദേഹം തന്നെയായിരുന്നു റിയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ്. എന്തായാലും എതിരാളികളൊന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം വീണ്ടും റിയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം. താങ്ക് യു.